മിന്നൽ മുരളി എന്ന സിനിമയുടെ ട്രെയിലറിലൂടെ നമ്മൾ കണ്ട ഫാസ്റ്റ് മോഷൻ എഫക്റ്റ് എങ്ങനെയാണ് KDENLIVE എന്ന ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിലെ അടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മറ്റേത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഈ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എഫക്റ്റ് ചെയ്യാൻ 3 ഫൂട്ടേജസ് ആവശ്യമാണ്. ആ ഫൂട്ടേജസ് നിങ്ങൾക്ക് തന്നെ ഷൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സ്റ്റോക്ക് ഫൂട്ടേജസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അതിൽ ആദ്യത്തെ ഫൂട്ടേജ് എന്ന് വെച്ചാൽ നമ്മൾ മിന്നൽ മുരളി സിനിമയുടെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ടൊവിനോ തോമസ് വളരെ സ്പീഡിൽ ഓടുന്നേരം ബിജു ചേട്ടൻ അതിന് റിയാക്ട് ചെയ്യുന്നു, ഇതെന്താണ് സുനാമിയാണെന്ന് ചോദിക്കുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ നിന്നിട്ട് അതിന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫണ്ണിന് വേണ്ടിയിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുന്ന നോക്കുക. അതായത് മുന്നിലൂടെ ഒരാൾ പോയതുപോലും അറിയാണ്ട് ഹൈറ്റ സ്പീഡിൽ പോയതുകൊണ്ട് മുന്നിലൂടെ ഒരാൾ പാസ് ചെയ്ത അറിയാണ്ട് നിൽക്കുന്ന ഒരു ലെവലിലേക്കും നിങ്ങൾക്ക് കൊണ്ടുവരാം. എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെ വെച്ചിട്ട് ഒരു റിയാക്ഷൻ വേണം. അതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുട്ടേജ് എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ ഫുട്ടേജ് എന്ന് വെച്ചാൽ ഒരാൾ ഈ ഓടാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു ആക്ഷൻ്റെ ഒരു സ്റ്റില്ല് ഫോട്ടോ ആണ്. അതായത് ഒരു ഫോട്ടോ ആണ് വേണ്ടത്, ഏതാണ്ട് ഇതുപോലുള്ളൊരു ഫോട്ടോ ആണ് വേണ്ടത്. അത് നിങ്ങളെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ഈ ആക്ഷനിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഏതെങ്കിലും ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ സബ്ജക്റ്റിനെ മാത്രം കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കാനാകുന്നില്ലെങ്കിൽ നമുക്ക് KDENLIVE മാസ്ക് ടൂൾ ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ വഴിയെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഫുട്ടേജ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫുട്ടേജാണ്, ഒരാൾ ഓടാൻ നിൽക്കുന്ന പോലത്തെ ഫുട്ടേജ്. മൂന്നാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുറച്ചുകൂടി റിയാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരാൾ ഫസ്റ്റ് മൂവ് ചെയ്യുന്നേരം പൊടി ബാക്ക്ഗ്രൗണ്ടിൽ പൊടി വരുന്ന പോലെ സെറ്റ് ചെയ്യാനാണ്. തുടങ്ങാം. ആദ്യം ഫുട്ടേജൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇമേജ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഇമേജും ഇമ്പോർട്ട് ചെയ്യാം. അത് നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ലെയർ പ്ലേസ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ എവിടെയാണോ നമ്മുടെ ഹൈ സ്പീഡിൽ ഓടുന്ന എഫക്റ്റ് വേണ്ടത് അവിടെ നിങ്ങൾ ടൈം ലൈനിൽ കൊണ്ടുവെക്കുക. അവിടെ നമ്മുടെ ഇമേജ് പ്ലേസ് ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമേജ് സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് പോവുക. അതിൽ റോട്ടോസ്കോപ്പിംഗ് ടൈപ്പ് ചെയ്യുക. ഇത് മാസ്കിംഗ് ടൂളാണ്. ടൈപ്പ് ചെയ്ത ശേഷം ഈ സ്ക്രീന് വലുതാക്കുക. അതിനുശേഷം റഫായിട്ട് മാസ്ക് ചെയ്തെടുക്കുക. റഫായിട്ട് മാസ്ക് ചെയ്തെടുത്ത ശേഷം എസ്കേപ്പ് കീ അടിച്ച് സ്ക്രീൻ ചെറുതാക്കുന്നതാണ്. ഇനി ഇങ്ങനെ വരും. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെയർ ഇമേജ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് അതിനെ പുറത്തേക്ക് പ്ലേസ് ചെയ്യുക ഇമേജിന്. അതിന് മുമ്പ് അതൊന്ന് വലുതാക്കണം. അത് നിങ്ങൾ സൈസ് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് വലുതാക്കിയതിന് ശേഷം ആ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുക. എവിടെ നിന്നാണോ നമ്മുടെ ആനിമേഷൻ തുടങ്ങേണ്ടത് അവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് നിങ്ങൾ ആരോ കീയിൽ ഒരു 4 പ്രാവശ്യം അമർത്തുക. അപ്പോൾ 4 ഫ്രെയിം മുന്നോട്ട് പോകും. അവിടെ പ്ലസ് സൈൻ കൊടുത്തിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വലിയ വിൻഡോയിലേക്ക് പോയിട്ട് ആ സൂം ഔട്ട് ചെയ്തിട്ട് അതിനെ ഇമേജിനെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. ഇനി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയാൽ വളരെ സ്പീഡിൽ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാണാം. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും. ഇപ്പം കൂടുതലാണ്, കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും എഫക്ട്സ് പോയി ബ്ലർ കൊടുക്കുക, ബോക്സ് ബ്ലർ. അതിൽ ഹൊറിസോണ്ടൽ ബ്ലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോഷൻ ബ്ലർ എഫക്റ്റ് കിട്ടുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇനി പുതിയൊരു ട്രാക്ക് എഡ് ചെയ്യാം. ട്രാക്ക് ചെയ്ത ശേഷം ആ ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ക്ലിപ്പ് എടുക്കുക. അത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ ഡിലീറ്റ് ചെയ്യുക, എങ്കിലേ അത് മുകളിൽ പ്ലേസ് ആവും. ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇമേജ് ലെയറിൻ്റെ കുറച്ച് ഇപ്പുറത്തേറ്റായിട്ട് അത് കൊണ്ടുവെക്കുക. എന്നിട്ട് ഈ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് വൈപ്പ് എന്നുള്ള എഫക്റ്റ് പകരം സ്ക്രീന് കൊടുക്കുക. ശേഷം അവിടെ കോമ്പോസിഷൻ ട്രാക്ക് എന്നുള്ള V1 ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ എഫക്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മിന്നൽ മുരളിയിലെ ഫാസ്റ്റ് മോഷൻ എഫക്റ്റ് ചെയ്യാം.